കത്ത് ചോർച്ച വിവാദം അൽപായുസുള്ള വിവാദമെന്ന് CPIM നേതാവ് പി ജയരാജൻ. CPIM വിരുദ്ധ വാർത്തകൾ തുടർന്ന് കൊണ്ടേയിരിക്കുമെന്നും പി ജയരാജൻ പറഞ്ഞു. CPIMനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിയത് അൽപായുസുള്ള വിവാദമാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുന്നുവെന്ന അപവാദം പ്രചരിപ്പിച്ചവരാണ് വലതുപക്ഷ മാധ്യമങ്ങളെന്നും പി ജയരാജൻ വിമർശിച്ചു. നേതാക്കളിൽ ചിലർക്ക് വ്യവസായികളുമായി സാമ്പത്തിക ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന കത്ത് ചോർന്നുവെന്നാണ് വാർത്ത. 2022 മധുരയിൽ CPIM പാർട്ടി കോൺഗ്രസ് നടന്നത്. ആ സമയത്ത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ചെന്നൈയിലെ വ്യവസായിയായ ബി മുഹമ്മദ് ഷർഷാദ്, ലണ്ടനിലെ വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയമപരമല്ലെന്നും അങ്ങനെ ഒരാളുമായി CPIMലെ നേതാക്കൾക്ക് സാമ്പത്തിക ഇടപാട് നടത്തുന്നത് ഉചിതമല്ലെന്നുമായിരുന്നു പരാതിയുടെ ചുരുക്കം. പിന്നീട് തന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഇടയാക്കിയ മാധ്യമ വാർത്തകൾ വ്യാജമാണെന്ന് കാണിച്ച് ഡൽഹി കോടതിയിൽ രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ ഒരു പരാതി നൽകി. ആ പരാതിയിൽ ചെന്നൈയിലെ വ്യവസായിയായ ബി മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് ഉൾപ്പെടുകയായിരുന്നു. ഇതോടെയാണ് PBയുടെ കൈവശമുള്ള രേഖ ചോർന്നുവെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നത്. അതേസമയം പരാതിയിൽ രഹസ്യാത്മകതയില്ലെന്നും പരാതി നേരത്തെ തന്നെ പരാതിക്കാരൻ സമൂഹ മാധ്യമത്തിലടക്കം പോസ്റ്റ് ചെയ്തതാണെന്നുമാണ് CPIM നിലപാട്.